ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻ കുട്ടു. അതായത് ഇപ്പോൾ ഇവിടെ പറയുന്നത് ഈ വർഷത്തെ, അതായത് 2024 ഏപ്രിൽ മാസത്തെ വിഷുഫലം, അതായത് 1199 ആണ്ട് ഉള്ള വിഷുഫലമാണ് പറയുന്നത്. 1199 ആണ്ട് മലയാള വർഷം, അതുപോലെ തന്നെ 2024 ഇംഗ്ലീഷ് വർഷം. ഇതിലത്തെ വിഷുഫലമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. വിഷുഫലത്തിൽ കുംഭശനി, അതായത് കുംഭൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി, മേടവ്യാഴം, മേടൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം, കൊല്ലവർഷം 1199 മീനമാസം 31, അതായത് മീനമാസം 31 ശനിയാഴ്ച ഉദയായി, അതായത് ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും, 36 നാഴികയും 6 വിനാഴിയും, ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും ചെന്നതിന് ശേഷമാണ് മീനത്തിൽ നിന്നും, അതായത് മീനമാസമാണ്, മീനരാശിയിൽ നിന്നും സൂര്യൻ മേടൻ രാശിയിലേക്ക് അതായത് സൂര്യൻ പറഞ്ഞ രവി സംക്രമിക്കുന്നത്. അപ്പം മേഷ വിഷു സംക്രമം എന്ന് പറയും. മേടരാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്ന സമയത്തിനെ അടിസ്ഥാനപരമാക്കിയിട്ടാണ് വിഷുഫലം പറയുന്നത്. അപ്പോൾ മേടൻ രാശിയിലേക്ക് മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് മാറുന്നത്, അതായത് സൂര്യൻ മാറുന്നത് മീനമാസം 31-ാം തീയതി 36 നാഴിക, ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും, അതായത് ശനിയാഴ്ച. അതായത് സമയം നമുക്ക് IST സമയം പറയുകയാണെങ്കിൽ രാത്രി 8:22 രാത്രി 8:22 വരുന്നത്. അപ്പോൾ ആ സമയത്ത് മകീര നക്ഷത്രമാണ് വരുന്നത്. മകീര നക്ഷത്രത്തിലാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മകീര നക്ഷത്രത്തിലാണ്. ശുക്ലപക്ഷ ഷഷ്ടി പറഞ്ഞ വെളുത്ത പക്ഷം, അതായത് കറുത്ത ബാബിന് ശേഷമുള്ള ഷഷ്ടി, 6ാമത്തെ ദിവസം ഷഷ്ടി തിഥിയും പന്നികരണവും, കരണം വന്നിട്ട് പന്നികരണമാണ്. ശോഭനനാമ നിത്യയോഗവും നല്ലതാണ്. പന്നികരണവും ശോഭനനാമ നിത്യയോഗവും കൂടിയ മിഥുനക്കൂറ്റിൽ, അതായത് മിഥുനൻ രാശിയിലാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിഥുനക്കൂറ്റിൽ തുലാ ലഗ്ന സമുച്ചയത്തിൽ, അതായത് ആ സമയത്ത് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത് തുലാ ലഗ്നമാണ്. അപ്പോൾ തുലാ ലഗ്ന സമുച്ചയത്തിൽ അഗ്നി ഭൂതോദയം കൊണ്ട്, ഭൂതോദയം പറഞ്ഞാൽ ആ സമയത്തുള്ള ഭൂതം ഏതാണ് ചോദിച്ചു പറഞ്ഞാൽ അഗ്നിയാണ്. അഗ്നി ഭൂതോദയത്തിൽ മേഷ വിഷു സംക്രമം, അതായത് വിഷു സംക്രമം വരുന്നത് ഈ സമയത്താണ് എന്നുള്ളതാണ് പറയുന്നത്. ആ സമയത്ത് തുലാ ലഗ്നമാണ് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത്. ആ തുലാ ലഗ്നപ്രകാരം തന്നെ ഗ്രഹസ്ഥിതി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തുലാ ലഗ്നത്തിൻ്റെ 3-ാം ഭാവത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. 3-ാം ഭാവത്തിൽ വ്യാഴക്ഷേത്രത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. 5-ാം ഭാവത്തിൽ ചൊവ്വയും ശനിയും കൂടി നിൽക്കുന്നുണ്ട്. 5-ാം ഭാവത്തിൽ, അതായത് കുംഭൻ രാശിയിൽ ശനിയും ചൊവ്വയും കൂടി നിൽക്കുന്നുണ്ട്. 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് സൂര്യനും ബുധനും ശുക്രനും രാഹുവുമാണ് നിൽക്കുന്നത്, അതായത് മീനൻ രാശിയിൽ. മേടൻ രാശിയിൽ 7-ാം ഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴമാണ്. 9-ാം ഭാവത്തിൽ മിഥുനൻ രാശിയിൽ നിൽക്കുന്നത് ചന്ദ്രനും. കന്നിരാശി 12-ാം ഭാവത്തിൽ നിൽക്കുന്നത് കേതുവുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ രാശിപ്രകാരം നോക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥിതി നല്ല തന്നെയാണ്. അതായത് ലഗ്നാൽ 7-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. വ്യാഴം ലഗ്നത്തിനെ വീക്ഷിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ 11-ാം ഭാവത്തിനെ വീക്ഷിക്കുന്നുണ്ട് വ്യാഴം. അതുകൂടാതെ 3-ാം ഭാവത്തിനെയും വീക്ഷിക്കുന്നുണ്ട് വ്യാഴം വീക്ഷിക്കുന്നത് പറഞ്ഞാൽ ദൃഷ്ടി ചെയ്യുന്ന ഓരോരോ ദിക്കുകളിനെ പറയുന്നത്. 11-ാം ഭാവത്തിലേക്കും അതുപോലെ ലഗ്നത്തിലേക്കും 3-ാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ലഗ്നം എന്ന് പറയുന്നത് തുലാ ലഗ്നമാണ്. തുലാ ലഗ്നത്തിൻ്റെ അധിപൻ ശുക്രനാണ്. ശുക്രൻ 8-ാം ഭാവം, അതായത് 8-ാം ഭാവം പറഞ്ഞാൽ ഇടവൻ രാശി 8ാം ഭാവം ഏറ്റെടുത്തുകൊണ്ട്, ലഗ്നാധിപൻ 8ാം ഭാവം അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവമായ
അനിഷ്ടസ്ഥാനമായിട്ടുള്ള മീനൻ രാശിയിൽ ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. സൂര്യനോടൊപ്പം ബുധനോടൊപ്പം രാഹുവിനോടൊപ്പം ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം നാശസ്ഥാനമാണ്. സർവപ്രണാസോ വിപദോ അപവാദോ കേതുപ്രദേശോ മരണസ്യ ദാസ മടാദ്യം ഗതാച്ച വിഘ്ന എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ സർവപ്രണാസോ, അപ്പോൾ സർവ്വവസ്തുക്കളുടെയും നാശങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് ഈ പറയുന്നത്. അതായത് സർവ്വവസ്തുക്കളുടെ നാശങ്ങൾ, അപമാനങ്ങൾ, അതായത് ഭൂമിക്ക് ദോഷങ്ങൾ വരുന്നതൊക്കെയാണ് പറയുന്നത്. ഭൂമി കാരകനായിട്ടുള്ള ഗ്രഹം ലഗ്നാൽ 5ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലഗ്നാധിപൻ്റെ 12ാം ഭാവത്തിലാണ് ഭൂമികാരകനായിട്ടുള്ള ചൊവ്വ നിൽക്കുന്നത്. ലഗ്നാധിപൻ തന്നെ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. മത്സ്യരാശിയിൽ നിൽക്കുന്നത്. മത്സ്യരാശി പറഞ്ഞാൽ അത് മത്സ്യരാശി പറഞ്ഞാൽ മീനൻ രാശി ജലരാശിയും കൂടിയാണ്. അപ്പോൾ ജലരാശിയും കൂടി ആയിരിക്കുന്ന കാരണം കൊണ്ട് അവിടെ കൂടെ നിൽക്കുന്നത് സൂര്യനും ബുധനും, അതായത് ബാധകാധിപനും അതായത് 11ാം ഭാവാധിപനും ബാധകാധിപനുമായിട്ടുള്ള സൂര്യൻ 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 9ാം ഭാവാധിപനും 12ാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ നീചം പിടിച്ച് നിൽക്കുന്നുണ്ട്. നീചഭംഗ രാജയോഗം ഉണ്ട് താനും. അതുപോലെ തന്നെ രാഹു നിൽക്കുന്നുണ്ട് ശുക്രൻ്റെ കൂടെ. അപ്പോൾ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവത്ത് നിന്ന് കഴിഞ്ഞു പറഞ്ഞാൽ രോഗാധിക്യങ്ങൾ ഉണ്ടാകും. ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് രോഗാധിക്യങ്ങൾ ഉണ്ടാകും. വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാകും. ഗുളികൻ 3-ലാണ് നിൽക്കുന്നത്. അപ്പോൾ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാവും. എന്നിരുന്നാലും അതിലേക്ക് ചെറുത്ത് നിൽക്കുവാനുള്ള കെൽപ്പ് ഭരണാധികാരിയായിട്ടുള്ള സൂര്യൻ നിൽക്കുന്നത് 6ാം ഭാവത്തിലാണ്. കുറച്ച് കഷ്ടപ്പെടുമെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ ലഗ്നാൽ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് വളരെ ഉചിതകരമായിട്ടാണ്. അപ്പോൾ ലഗ്നാൽ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ട് രോഗങ്ങൾ വരികയാണെങ്കിലും അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പ്രതിവിധികൾ ഉണ്ടാവും. 4ാം ഭാവാധിപൻ അതായത് ജനസംബന്ധമായിട്ടുള്ള സമ്പർക്കവും ഭൂമി സംബന്ധമായിട്ടുള്ള നമ്മുടെ പ്ലേസ് സംബന്ധമായിട്ടുള്ള ഗ്രഹവും ഭൂമി കാരകനുമായിട്ടുള്ള ഗ്രഹം 4ാം ഭാവാധിപൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. 4ാം ഭാവാധിപൻ 5ാം ഭാവത്തിൽ നിൽക്കുന്നത്. 5ാം ഭാവാധിപൻ്റെ ഭൂമികാരകനായിട്ടുള്ള ചൊവ്വയാണ്. ചൊവ്വ 2ാം ഭാവാധിപനും 7ാം ഭാവാധിപനും കൂടിയാണ് നിൽക്കുന്നത്. ഭൂമികാരകനായിട്ടുള്ളത് നിൽക്കുന്നത്. അപ്പോൾ ജനസമ്പർക്കനായിട്ടുള്ള ശനി 5ാം ഭാവത്തിൽ ഭൂമികാരകനായിട്ടുള്ള യോഗം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് വർഷകാലം, അതായത് ഈ വർഷം മഴ എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചു പറഞ്ഞാൽ കാലാവസ്ഥ അതായത് നമ്മുടെ മൺസൂൺ കാലം, അതായത് മഴക്കാലം എന്ന് പറയുന്നത് ജൂൺ 15 കൂടിയിട്ടാണ് മഴയുടെ ആരംഭം, മൺസൂൺ ആരംഭിക്കുന്നത് എന്നാണ് പറയുന്നത്. വർഷകാലം ആരംഭിക്കുന്നത് അത് യഥാക്രമം ആ സമയത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ലഗ്നാധിപൻ തന്നെ മത്സ്യരാശിയായിട്ടുള്ള 6ാം ജലരാശിയായിട്ടുട്ടുള്ള 6ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം മഴ ഇഷ്ടം പോലെ ഉണ്ടാവും എന്നുള്ളത് കാണുന്നുണ്ട്. വർഷകാലം ഫുള്ളായിട്ട് കാലവർഷം ഫുള്ളായിട്ടുണ്ടാവും എന്നുള്ളതും പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ന്യൂനമർദ്ദം സംബന്ധമായിട്ടുള്ള ഇതുണ്ടാവും. കാരണം ചന്ദ്രൻ്റെ കേന്ദ്രത്തിലാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത്, അതും ജലരാശിയിൽ. അത് കാരണം ന്യൂനമർദ്ദന സംബന്ധമായിട്ടുള്ള മഴകളും ഇതിൽ കാലവർഷം കൂടാതെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് ന്യൂനമർദ്ദം എന്ന് വെച്ച് പറഞ്ഞാൽ ചിലപ്പോൾ വിടാതെ 3, 4, 5 ദിവസങ്ങളൊക്കെ വിടാതെ മഴ പെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ പ്രളയ സാധ്യതയെല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ജലപ്രളയമൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. മേടൻ രാശിയിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ടും ജലരാശിയിൽ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം ഏറ്റെടുത്ത് നിൽക്കുന്ന കാരണം കൊണ്ടും പ്രളയത്താൽ വന്നിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷേ അതിനുള്ള പരിഹാരങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള മുൻകൂട്ടലുകൾ എല്ലാം ഉണ്ടാവും. കാരണം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്നുണ്ട്. അത് കാരണം കൊണ്ട് അങ്ങനെയെല്ലാം ഉണ്ടാവും എന്നുള്ളത് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും രോഗാധിക്യ സംബന്ധമായിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ലെവലിൽ നോക്കുന്ന സമയത്ത് ഗവൺമെൻറ് കാരകനായിട്ടുള്ള ഗ്രഹം 6ാം ഭാവത്തിലാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചെറുത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഭരണാധികാരികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും എന്നൊക്കെയാണ് ഈ വിഷുഫലത്തിൽ പറയുന്നത്. എന്നിരുന്നാലും അതിനെല്ലാം തരണം ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് ഉണ്ടാകും എന്നുള്ളതും വ്യാഴൻ 7ാം ഭാവത്തിൽ വ്യാഴൻ ഇഷ്ടസ്ഥാനത്തിൽ വന്ന് നിൽക്കുന്നത് വളരെ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അത് കാരണം കൊണ്ട് തന്നെ എന്തുതന്നെ വന്നാലും അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വിഷുഫലം വരുന്നത്.
അപ്പോൾ വിഷുഫലത്തിൽ നമുക്ക് ഓരോ നക്ഷത്രക്കാർക്കുള്ള ഫലം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. അതായത് ഭരണി നക്ഷത്രക്കാർക്ക്, അതായത് ഭരണി നക്ഷത്രം എന്ന് വെച്ച് പറഞ്ഞാൽ ചന്ദ്രൻ 11ാം ഭാവത്തിൽ നിൽക്കുന്ന നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. ലഗ്നാൽ 7ാം ഭാവത്തിൽ നിൽക്കുന്ന നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൽ ഈ വിഷു ഫലത്തിൽ വരുന്ന വർഷം നോക്കുമ്പോൾ ചന്ദ്രൻ 11ാം ഭാവത്തിൽ ഭരണി നക്ഷത്രം രാശി വരുന്നത്, മേടൻ രാശി വരുന്നത് വളരെ ഉചിതകരമായിട്ടാണ് കാണുന്നത്. അത് കാരണം കൊണ്ട് തന്നെ അവർക്ക് നേട്ടങ്ങളുടെ ഒരു കാലഘട്ടം എന്ന് തന്നെ പറയാം ഈ വർഷം. അതായത് 2024 ഏപ്രിൽ തൊട്ട് 2025 ഏപ്രിൽ വരെയുള്ള സമയം വളരെ ഗുണകരവും മേൽക്കൈമ വരികയും അധികാരികളുടെ വരമ്പിരിവിൽ നിന്നും രക്ഷപ്പെടുകയും അധികാരപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യതയും, ഒരുപാട് താഴ്ചയിൽ നിൽക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മേൽക്കൈമയിൽ വന്ന് ചേരുവാനുള്ള സാധ്യതയും, കടബാധിതയിൽപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം കടത്തിൽ നിന്ന് മോചനം നേടുവാനുള്ള സാധ്യതയും, വൻകിട തൊഴിലുകൾക്ക് തുടക്കം കുറിക്കുവാനുള്ള സാധ്യതയും, ബിസിനസ് പരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യതയും, കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരവർ അർഹിക്കുന്ന സ്ഥാനത്ത് എത്തുവാനുള്ളതും, അവരെന്താണാവോ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ പ്രയത്നിക്കുന്നത് ആഗ്രഹിക്കുന്നത് അത് നടക്കാനുള്ള സാധ്യതയും, ആഗ്രഹ സാഫല്യങ്ങൾ നേടുവാനുള്ള സാധ്യതയും, ഭരണാധികാരികൾക്ക് അഭിമാനപരമായിട്ടുള്ള സാധ്യതയും, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാന പദവികളും ബഹുമാന പദവികളും, അതുപോലെ തന്നെ അവരവർ ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന പദവി യോഗങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യത ഈ വിഷുഫലത്തിൽ കാണുന്നുണ്ട്. സ്വർണ്ണാഭരണ മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവർക്കും അതിൽ തൊഴിലെടുക്കുന്നവർക്കും വൻ ഗുണകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവും എന്നതിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. വസ്ത്രമേഖലയിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള ആണ്. അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും. വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുവാനും വിദേശ രാജ്യങ്ങളിൽ പോകുവാനും വിദേശ ജോലി ആഗ്രഹിക്കുവാനും വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി ധനം കൊടുത്തു വെച്ച് അത് കിട്ടുവാനുള്ള തിടുക്കത്തിൽ, അതായത് കിട്ടാതിരിക്കാൻ ഒരുപാട് തടസ്സങ്ങളിൽ പെട്ടി നിൽക്കുന്നവർക്കെല്ലാം തടസ്സങ്ങൾ മാറി അത് സഫലീകരിക്കുവാനുള്ള കാര്യങ്ങളും, പുതിയ ബിസിനസ്സിന് തുടക്കം കുറിക്കുവാനുള്ള സാധ്യതയും, ഇരുമ്പ് സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തനാധിപതി അവരവർ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് എത്തുവാനുള്ള സാധ്യതയും, അതുപോലെ തന്നെ വളരെ പ്രയത്നകരമായിട്ടുള്ള അവരവരുടെ പ്രയത്നപരമായിട്ടുള്ള പ്രവൃത്തിയുടെ ഫലം അവരവർക്ക് കിട്ടുവാനുള്ള ചാൻസ് കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അവരവർ ആഗ്രഹിക്കുന്ന പ്രകാരമായിട്ടുള്ള എന്തിനു വേണ്ടിയാണോ ഗവേഷണം നടത്തുന്നത് അതിൽ വിജയസാധ്യത കാണുന്നുണ്ട്. അഭിമാന പുരസ്കാരങ്ങൾ കാണുന്നുണ്ട്. ഡോക്ടേഴ്സുമാർക്കെല്ലാം വൻ പരീക്ഷണങ്ങളിലൂടെയുള്ള ജോലികളിലുള്ള പ്രവർത്തന പരിചയത്തിലൂടെയുള്ള പ്രവർത്തനങ്ങളും പരീക്ഷണാർത്ഥമായിട്ടുള്ള സർജറികളും എല്ലാം വിജയിക്കുവാനുള്ള സാധ്യതയും, സേനാധിപത്യം വഹിക്കുന്നവർക്കെല്ലാം അവരവർ അർഹിക്കുന്ന അഭിമാന പുരസ്കാരങ്ങളും നേട്ടങ്ങളും അതുപോലെ തന്നെ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ ബഹുമതികളും വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശാസ്ത്ര ലോകത്ത് വൻകിടപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യതയും, ഗവൺമെൻറ് തലത്തിൽ ജോലി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം അത് തീർച്ചയായിട്ടും കിട്ടുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. ഗവൺമെൻറ് തലത്തിൽ തന്നെ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം അതിൽ നിന്നും പ്രമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് അത് തീർച്ചയായിട്ടും ഇതുവരെ കിട്ടാത്തവർക്ക് പ്രമോഷൻ കിട്ടുവാനുള്ള സാധ്യത ഈ വർഷത്തിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ പ്രണയിക്കുന്നവർക്കെല്ലാം വിവാഹ സംബന്ധമായിട്ടുള്ള വിവാഹത്തിൽ ഏർപ്പെട്ട് വിവാഹം നടക്കുവാനുള്ള സാധ്യതയും, വിവാഹ സംബന്ധമായിട്ട് ഒരുപാട് നാളുകളായി വിവാഹ ആലോചനകളെല്ലാം വന്ന് തടസ്സപ്പെട്ട് നിൽക്കുകയും ഒന്നും നടക്കാതെ പോവുകയും ചെയ്യുന്ന അവർക്കെല്ലാം ഈ സമയത്ത് പറഞ്ഞാൽ ഈ വിഷുഫലത്തിലുള്ള ഒരു ഫലം കൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടി തന്നെ മേടൻ രാശിയിൽ വരുന്നത് കാരണം കൊണ്ട് തന്നെ അത് നടക്കുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അത് വിവാഹം നടക്കുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. സന്താനങ്ങൾക്കുള്ള യോഗങ്ങൾ കാണുന്നുണ്ട്. സന്താനങ്ങളില്ലാതെ വിവാഹം കഴിച്ച സന്താനങ്ങൾ 4-5 വർഷം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ 7-8 വർഷമായിട്ടും ഇല്ലാത്തവർക്കെല്ലാം സന്താനങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. വാഹന സംബന്ധമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്കും വാഹന സംബന്ധമായിട്ട് ജോലി ചെയ്യുന്നവർക്കും
ഉഗ്രപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുന്നുണ്ട്. വസ്ത്രപരമായിട്ടുള്ള മേഖലകളിലും IT സംബന്ധമായിട്ടുള്ള മേഖലകളിലും കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള മേഖലകളിലും മൊബൈൽ അങ്ങനെയുള്ള ഫർണിച്ചർ സംബന്ധമായിട്ടുള്ള മേഖല മൊബൈൽ സംബന്ധമായിട്ടുള്ള മേഖലയിലും വൻകിട നേട്ടങ്ങളും കുതിപ്പുകളും ഉണ്ടാവും എന്നാണ് പറയുന്നത്. പുതിയ പുതിയ സാങ്കേതികപരമായിട്ടുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചുള്ള മൊബൈലുകളെല്ലാം വിപണികളിൽ ഇറങ്ങുകയും അത് വിപണികളിൽ വൻ തകർന്നാടുകയും ചെയ്യുന്ന ഒരവസ്ഥകളെല്ലാം ഈ വർഷത്തിൽ ഉണ്ടാവും എന്ന് തന്നെ പറയാം. ഭരണി നക്ഷത്രക്കാർക്കെല്ലാം പൊതുവെ പറഞ്ഞാണ്. അപ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക് മൊബൈൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണമേന്മ ഉണ്ടാവും എന്നാണ് ചുരുക്കി പറയാനുള്ള കാരണം. ബിസിനസ് സംബന്ധമായിട്ട് മൊബൈൽ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള ലാപ്ടോപ്പ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന ബിസിനസ് ചെയ്യുന്നവർക്കെല്ലാം വൻകിട നേട്ടങ്ങൾ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ചുരുക്കി പറയുന്നത്. അതുപോലെ തന്നെ സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വൻകിട നേട്ടങ്ങൾ ഉണ്ടാവും. അതുപോലെ മോട്ടോർ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വൻകിട നേട്ടം തന്നെ ഉണ്ടാവും. കാരണം പറഞ്ഞാൽ ഇരുമ്പിൻ്റെ കാരകനായിട്ടുള്ള ശനി തന്നെ 11ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അത് വളരെ ഉചിതപരമായിട്ടുള്ള നേട്ടമാണ്. സ്റ്റീൽ സംബന്ധമായിട്ടും മോട്ടോർ സംബന്ധമായിട്ടും മെക്കാനിക്കൽ സംബന്ധമായിട്ടുമുള്ള ജോലിയെടുക്കുന്നവർക്കും അതുപോലെ തന്നെ വാക്കുകളായി ജോലിയെടുക്കുന്നവർക്കും വാക്കിലെ ഞങ്ങൾ ഉൾപ്പെടെ ജ്യോത്സ്യന്മാർ ഉൾപ്പെടെ വക്കീലന്മാർ ഉൾപ്പെടെ അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്നവർക്കെല്ലാം വൻകിട നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഭാഗ്യകടാക്ഷത്താൽ ധനം വന്നു ചേരുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ പറയാം. ധനലാഭങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും വിദേശ രാജ്യങ്ങൾ കറങ്ങുവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ പുണ്യ സംബന്ധമായിട്ടുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ഈ ഭരണി നക്ഷത്രക്കാർക്ക് ആയവ്യായം നോക്കുകയാണെങ്കിൽ വരവ് 5ഉം ചെലവ് 2ഉമാണ് ഉള്ളത്. അപ്പോൾ വരവ് കൂടുതലും ചെലവ് കുറവുമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവെ പറയുകയാണെങ്കിൽ വിഷുപ്പലത്തിൽ വരുന്നത് വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. ആ ഗുണകരമായിട്ടുള്ള സമയം അത് പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ 2024 തൊട്ട് 2025 ഏപ്രിൽ വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഉയർന്നു നിൽക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വൻകിട നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും സിനിമാ പ്രൊഡ്യൂസർമാർക്കെല്ലാം വൻ ലാഭങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും പുതിയ ഒരു മേഖലകൾ സൃഷ്ടിക്കുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. നമസ്കാരം.